ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രദർശിപ്പിച്ചാൽ കൊല്ലും, ആക്രമിക്കും. അങ്ങനെ ഇസ്ലാമിന്റെ നിയമപ്രകാരം, ശരീഅത്തുൽ ഇസ്ലാം പ്രകാരം മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഗാമയും കൂട്ടരും കേരളത്തിൽ ഉണ്ടാക്കി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ആ കാലത്ത് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാർ, അവരുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിമരക്കാർ സഹോദരങ്ങൾ അവർ യുദ്ധത്തിനിറങ്ങേണ്ടി വന്നു. നാട്ടുരാജാക്കന്മാരാൽ കേരളവും ഇന്ത്യയും ഭരിക്കപ്പെടുന്ന കാലമാണ്. വ്യവസ്ഥാപിതമായ ഭരണകൂടമില്ല, വ്യവസ്ഥാപിതമായ ഭരണഘടനയില്ല, നിയമ സംവിധാനമില്ല, ക്രമസമാധാന പാലനം ഇല്ല. അങ്ങനെ അരാജകത്വം മാത്രം നാടുവാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആരാധനകളും ആചാരങ്ങളും ആചരിക്കുന്നതിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രചോദന പ്രകാരം, പ്രോത്സാഹന പ്രകാരം കുഞ്ഞാലിമരക്കാർ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ യുദ്ധം നടന്നു. കരയിലും യുദ്ധം നടന്നു. 300-ലധികം യുദ്ധങ്ങൾ നടന്നു, ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങളിൽ ഒത്തിരി മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെട്ടു, ഒത്തിരി പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെട്ടു, ഉമറാക്കൾ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ ആ പോരാട്ടത്തിന്റെ പരിണിത ഫലമാണ് കേരളത്തിലെ ഇസ്ലാം, കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അല്ലെങ്കിൽ കേരളം മറ്റൊരു ഗോവയായി മാറുമായിരുന്നു. നമ്മുടെ പുതിയ മലയാളത്തിൽ സാംസ്കാരിക അധിനിവേശം എന്നാണ് ഗാമയുടെ അധിനിവേശത്തെ വിളിക്കുക. രാഷ്ട്രീയ അധിനിവേശമല്ല. രാഷ്ട്രീയ അധിനിവേശം പലപ്പോഴും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, കേരളത്തിലും നടന്നിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ അധിനിവേശമായിരുന്നില്ല, മറിച്ച് സാംസ്കാരിക അധിനിവേശം. മറ്റൊരു സംസ്കാരത്തെ മുസ്ലിം സമുദായത്തിലേക്ക് കടത്തിവിടാനുള്ള ഗൂഢമായ ശ്രമം. ആ ശ്രമം പ്രബോധനത്തിന്റെയും പ്രചാരണത്തിന്റെയും വഴിയിലൂടെയല്ല, മറിച്ച് ആക്രമണത്തിന്റെയും അധികാരബലത്തിന്റെയും ബലപ്രയോഗത്തിന്റെയും വഴിയിലൂടെ മുസ്ലിം സഹോദരങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ഗാമയും കൂട്ടരും ശ്രമിച്ച ഒരു കാലം. അത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേരിട്ട ഒന്നാമത്തെ പ്രതിസന്ധി. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിലുള്ള ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് ഫലപ്രദമായി ആ അധിനിവേശത്തെ ചെറുത്തു. അതുകൊണ്ടാണ് മുസ്ലിം കേരളം നിലനിന്നത്. അല്ലെങ്കിൽ ഗോവയാകുമായിരുന്നു കേരളം. അതിനുശേഷം